ഹായ്, ഇത് നമ്മുടെ ദുബായ് ആണ്. ദുബായിൽ നമ്മൾ ഒരു ദിവസം ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ കൺട്രി സൈഡ് ആയിട്ടുള്ള ഒരു ഹത്ത എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഈ ഹത്ത എന്ന് പറയുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡെസേർട്ട് ലാൻഡ്സും മൗണ്ടൻസ് ഒക്കെ ഫില്ലായ ഒരു ഏരിയ ആണ്. സോ പോണ വഴിക്ക് നമുക്ക് രണ്ട് സൈഡിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുന്ന ക്യാമൽസിനെയൊക്കെ കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ബിക്കോസ് ഞാൻ അത്രയും ഒരു ക്യാമൽസിനെയൊക്കെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അതിനുശേഷം ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, ഒരു അമ്മ ക്യാമലിൻ്റെ പുറകെ കുഞ്ഞ് ക്യാമൽ പോണത്. അതിനുശേഷം നമ്മൾ പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ധാരാളം മസ്ജിദുകളൊക്കെ കാണാൻ പറ്റും. ഈ മസ്ജിദുകളൊക്കെ രാവിലെയുള്ള ബ്യൂട്ടി പോലെ തന്നെ അത്രയ്ക്കധികം ബ്യൂട്ടിയാണ് രാത്രി എന്ന് പറയുന്നത്. അതിൻ്റെ ലൈറ്റ്സ് എല്ലാം വരും. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. അതിനുശേഷം എപ്പോഴും ഉള്ള പോലെ ധാരാളം ഫോട്ടോസ് എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ കാറിൽ കയറി പോണ വഴിക്ക് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടതാണ്, ഇത് ഇറിഗേഷൻ പർപ്പസിനൊക്കെ പോലെയുള്ള ഒരു നല്ല ഗ്രീൻ ലാൻഡ് പോലെ കിടക്കും. അപ്പോൾ ഇത്രയും ഡെസേർട്ട് ലാൻഡിൽ ഇത്രയും ഗ്രീനറി കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര അമേസിങ് ആയിട്ട് ഫീൽ ചെയ്തു. അതിനുശേഷം നമ്മൾ പോണ വഴിയിലുള്ള റോഡായാലും എല്ലാം വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഗട്ടറോ ഒന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡ്സിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരു പർട്ടിക്കുലർ ഏരിയ വരെ ഫുള്ള് ഡെസേർട്ട്സ് ആണെങ്കിൽ പിന്നെ ഒരു ഏരിയ എത്തുമ്പം പിന്നെ രണ്ട് സൈഡിലും ഫുൾ മൗണ്ടൻസ് ആയിരിക്കും. ഈ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം വെച്ചാൽ അത് ആ ഉച്ച സമയമായത് കാരണം നല്ല കാറ്റും പ്ലസ് വെയിലും കൂടി ഉള്ളത് കാരണം ഇങ്ങനെ മൗണ്ടൻസ് ഒക്കെ ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കണ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു നമ്മൾ ചില ഈ പണ്ട് റോഡ് റാഷൊക്കെ കളിക്കുമ്പം ടെറൈൻ ഏരിയയിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഉള്ളൊരു വ്യൂ ഇല്ലേ, ആ കറക്റ്റ് വ്യൂ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അപ്പം ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ച കുറച്ച് വീഡിയോസാണിത്. ഇത് പോസ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ജസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയൊക്കെ എടുക്കുക. അപ്പം ഞാനിങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഞാൻ എന്താ സെൽഫി വീഡിയോസൊക്കെ എടുക്കുന്നു. ആ കാറ്റ് മുടിയിലോട്ടും മുഖത്തോട്ടൊക്കെ അടിച്ചപ്പോൾ ഒരു രസം തോന്നി. അതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ വണ്ടി നിർത്തി. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഒമാൻ ഹണിയൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മളൊരു ഈവനിങ് ടൈമായി. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഈവനിങ് ടൈമായി. ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ഹത്തയിലെത്തി. അവിടെ ഹത്തയിലോട്ട് എത്തുന്ന വഴിയാണിത്. അപ്പോൾ അവിടെ ഹത്ത ഫെസ്റ്റിവൽ നടപ്പുണ്ടായിരുന്നു. ഹത്ത എന്ന് വെച്ചാൽ ഒരു പ്ലേസ് ആണ്. ഞാൻ മുൻപ് 3 ടൈംസ് ദുബായിൽ പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഹത്തയിൽ വരുന്നത്. അപ്പം ഞാനും അമ്മയൊക്കെ കാണാത്ത പ്ലേസ് ആയതാണ് ഞങ്ങളിങ്ങനെ സെൽഫി വീഡിയോസൊക്കെ എടുത്തു എൻജോയ് ചെയ്ത്. അതിനുശേഷം ഞാൻ അവിടെ രണ്ട് സൈഡിലുള്ള ആ ലേക്സൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്ന വീഡിയോ ആണ് ഇതൊക്കെ. അവിടെ കുറച്ച് കുഞ്ഞു പിള്ളേർ ബോട്ടിലിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നേ. അതാ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നേ. ഇതാണ് ആ പിള്ളേർ. നല്ല രസമുണ്ടായിരുന്നു ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നടന്ന് കുറച്ച് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടു. അപ്പോൾ ഇതും ആ മൗണ്ടെയിൻ പ്ലേസസ് ആയത് കാരണം നമുക്ക് കുറേ ഇവിടെ അവർ ഫെസ്റ്റിവൽ പോലെ കുറേ ക്യാമ്പ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു മൗണ്ടൻ പോലത്തെ ഒരു ഹില്ലിലോട്ട് നമ്മൾ കയറിയത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ആ ഹില്ലിൽ നിന്നിട്ടുള്ള വ്യൂസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന മൂണാണിത്. എനിക്ക് മൂണിൻ്റെ ആ ഒരു ബ്യൂട്ടി എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു പ്രത്യേകതയാണല്ലേ. അപ്പോൾ ആ ഒരു അവിടെ നിന്ന് ദൂരെ നോക്കുമ്പോൾ ഹത്ത എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് അത് ഫയർ പോലെ ഉള്ളൊരു ബ്യൂട്ടിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ സെൽഫി വീഡിയോ എടുത്തു. അതിനുശേഷം ഞാനും എൻ്റെ അമ്മയുടെ സിസ്റ്ററായത് ഞങ്ങൾ തമ്മിലുള്ള ഒരു വീഡിയോ. പിന്നെ അത് ആ നൈറ്റ് വ്യൂവിലുള്ള നമ്മുടെ മൂൺ എന്ന് വെച്ചാൽ ഫുൾ മൂണായിരുന്നു. അത് കാരണം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ ചെയ്തു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ഹത്തയിലോട്ടുള്ള ട്രിപ്പ് എന്ന് വെച്ചാൽ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഹില്ലിൽ നിന്നൊക്കെ ഇറങ്ങി. അതിന് ശേഷം വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കാർ എടുക്കുന്നതിന് മുൻപായിട്ട് അവിടെ ഇതുപോലെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ കുറേ കുഞ്ഞു പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ഇറങ്ങി നോക്കിയേക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിലൊന്ന് ഇറങ്ങി. പിന്നെന്താ നമ്മൾ കാറിൽ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഞാനൊരു വീഡിയോയും കൂടി ചുമ്മാ എടുത്തു. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.